ഉപ്പിട്ട് കഴിയപ്പം നല്ല വെള്ളി പോലെ ഇരിക്കുന്നു. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പം കുറച്ച് നമുക്ക് വരാല് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല നാടൻ രീതിയിൽ കുടംപുളി ഇട്ട് നമുക്ക് കറി വെക്കാം. ആ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല നാടൻ വരാല് കയ്യിൽ ഒതുങ്ങുന്നില്ലവൻ. നല്ല സൂപ്പർ സാധനമാണ്. എന്താ ഒരു 4-5 ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് കുടംപുളി ഇട്ട് പറ്റിച്ച് കറി വെക്കാം. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം. അപ്പം കയ്യിൽ നിൽക്കുന്നില്ല സംഭവം. തലക്കൊന്ന് പിടിച്ചു. ചെറിയ ജീവനുണ്ട് കേട്ടോ. മറ്റേ ക്ഷമയോടുകൂടി വെട്ടണം, അല്ലെങ്കിൽ മുള്ള് കളഞ്ഞെടുക്കണം, എന്നാലേ പൊളിച്ചെടുക്കാനൊക്കെ ജീവനുണ്ട് കേട്ടോ. ഇത് വെട്ടി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണമായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ വലുപ്പം എന്താ നമ്മളുള്ള സാധനം. ഒരുപാട് മുള്ളും ഇല്ല അല്ലേ? എല്ലിനൊക്കെ നല്ല ബലവാ ഇതിന്റെ. നടുക്കത്ത് മാത്രമേ ഉള്ളൂ അല്ലേ മുള്ളായിട്ട്, ബാക്കിയൊന്നും മുള്ളൊന്നും ഇല്ലതേ. നല്ല സോഫ്റ്റ് സാധനം. ഒരു മീൻ എന്നൊരു 10-12 കഷ്ണം കിട്ടും. തല കഷ്ണുണ്ടല്ലോ, തല അങ്ങനെ. ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി കഴുകിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കണം. എന്നിട്ട് കഴുകി വാരിയെടുക്കാം. നമുക്ക് ഉപ്പിട്ട് കഴുകിയെടുത്തപ്പം നല്ല വെള്ളി പോലെ ഇരിക്കുന്നു. കണ്ടാ, സൂപ്പറായി. കണ്ടാ, ഇനി ഇത് നമുക്ക് കുടംപുളി ഇട്ട് മുളകിൽ അങ്ങോട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പൊ അരിഞ്ഞൊക്കെ കഴിഞ്ഞ് കണ്ട, കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഇനി ഇത് നമുക്ക് കുടംപുളി ഇട്ട് കറി വെക്കാം. അപ്പം നമുക്ക് ഈ മീനിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ് വേണ്ടത്? ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി നമുക്ക് വേണം. വെളുത്തുള്ളി, ഇഞ്ചി, പുളി വേണം. വേപ്പല, പച്ചമുളക്, ഒരു 6 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിടാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി, പച്ചളൊമ്മത്തിലിടുകയാണ്. ഇനി അത് മൂക്കട്ടെ. സ്വല്പം ഉപ്പിടാം. ചട്ടിയിൽ തന്നെ വെക്കണം. മൺചട്ടിയിലാണ് വെക്കേണ്ടത്. പച്ചമണമൊക്കെ മാറണം. ഇതിന്റെ മൂക്കണം, നന്നായി മൂക്കണം. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ചേർക്കാം. മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കും കുറച്ച്, മല്ലിപ്പൊടി. ഇനി മുളക് പൊടി ചേർക്കാൻ വേണേ. ഇതൊന്ന് മൂക്കണം. ഇതിന്റെ പച്ചമണത്തൊക്കെ ഒന്ന് മാറണം. അതിന്റെ കൂട്ടിൽ തന്നെ പുളി ഇടുവാണേ. എല്ലാത്തിലും പുളി പിടിക്കണം. അപ്പൊ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടാ. വെള്ളം ഒഴിക്കാം. നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
കൂടി വെള്ളം ഒഴിക്കും. ഇതൊന്ന് നന്നായി തിളക്കണം. ഇനി തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ ഇടുന്നത്. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം. നമുക്കിത് തിളച്ചാന്ന് നോക്കാം. തിളച്ചെങ്കിൽ നമുക്ക് മീനിടാം. തിളച്ചിട്ടുണ്ട്. ഇപ്പൊ മീനൊന്നും ഇട്ടിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം കളഞ്ഞിട്ട് വെള്ളം ഏകദേശം എത്ര മിനിറ്റ് ഒക്കെ എടുക്കും? ഒരു 20 മിനിറ്റ് മതി. ഇവിടെ നേരം കറി പാകമാകും. മീനൊക്കെ ചേർത്ത് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് പറ്റിയാന്ന്. പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വല്പം കൂടി പറ്റാനുണ്ട്. വേണ്ട, ഇന്ന് നമുക്ക് കറക്കി കൊടുക്കാം. തീച്ചിരി കുറച്ചിടാം. നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. വേണ്ട, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് എന്താ പറ്റി തെളിഞ്ഞ് എന്താ സൂപ്പറായി അടിപൊളിയായി. സൂപ്പറായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.